ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആയ ഫെഡ്നെറ്റ് എങ്ങനെയാണ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്, സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെ, ലോഗിൻ ചെയ്യുന്നത് എങ്ങനെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം, ഇവയാണ് ഈ വീഡിയോയിൽ പ്രധാനമായും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫെഡ് മൊബൈലിനെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സുകൾ കൂടുതലാണ്. എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക്. പ്ലേ സ്റ്റോറിൽ ഫെഡ്നെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഫെഡ്നെറ്റ് എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ വേഗത്തിൽ തന്നെ ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. 5.19 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നത്. ഫെഡ് മൊബൈലിനെ അപേക്ഷിച്ച് നിരവധി ഓപ്ഷൻസുകൾ കൂടുതലാണ്. നമുക്ക് ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് തുല്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. നമുക്ക് ആദ്യമായി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിലായി കാണുന്ന നീഡ് ആൻ അക്കൗണ്ട്, സൈനപ്പ്, ഞാനിവിടെ റൗണ്ട് ഇട്ട് കാണിക്കുന്നുണ്ട്. സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്, നമ്മൾ ഫെഡറൽ ബാങ്കിൽ എടുത്തിട്ടുള്ള അക്കൗണ്ട് സിംഗിൾ ആണോ അതോ പാർട്ണർഷിപ്പ് ആണോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ സിംഗിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ 14 അക്ക ഡിജിറ്റൽ അക്കൗണ്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് തൊട്ട് താഴെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് എന്നതിൽ നമ്മൾ ഇവിടെ കാണുന്ന തൊട്ട് വലത് സൈഡിലുള്ള ആ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്, എനിക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ യൂസർ ID സെറ്റ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡും പ്രൊഫൈൽ പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫെഡ്നെറ്റിൻ്റെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇനി ഒരിക്കൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ലോഗിൻ ചെയ്ത് കാണിക്കുന്നത്. ലോഗിൻ ചെയ്യുന്നത് നമുക്ക് യൂസർ ID യും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ, സൈനപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ മുകളിലുള്ള യൂസർ ID എന്നതിൽ നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് സൈനപ്പ് ചെയ്യുമ്പോൾ മെസ്സേജായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം പാസ്വേഡ്, നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ബാലൻസും അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ ട്രാൻസാക്ഷൻ, നമുക്ക് ഷെഡ്യൂൾ പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഇത്രയും മാത്രമായിരിക്കും നമുക്ക് ആദ്യം നമ്മുടെ ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിലായി ഇടത് സൈഡുള്ള 3 വര ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഹോം, അക്കൗണ്ട്സ്, ട്രാൻസ്ഫർ ഫണ്ട്സ്, ബെനിഫിഷ്യറി, ആഡ് ഓൺ സർവീസ്, ബിൽ പേയ്മെൻറ്റ്, ഇങ്ങനെ നിരവധി ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്, ആൾ അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസുകളും ഈ ഫെഡ്നെറ്റിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓപ്പൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻ. നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നതിനും ലോൺ തുടങ്ങിയ ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്, നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫണ്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു മിനിറ്റ്, ട്രാൻസ്ഫർ ഫണ്ട്, ക്വിക്ക് ട്രാൻസ്ഫർ ടു ഓൺ അക്കൗണ്ട്, നമുക്ക് ആധാർ ബാങ്കിലേക്ക്
റിക്കറിംഗ് ട്രാൻസ്ഫർ, മൾട്ടിപ്പിൾ അക്കൗണ്ട് ട്രാൻസ്ഫർ, നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു ബാങ്കിൽ പോയി ചെയ്യാൻ പറ്റുന്ന എല്ലാ അക്കൗണ്ട് ട്രാൻസ്ഫറും നമുക്ക് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി ഫെഡറൽ ബാങ്കിൻ്റെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ക്വിക്ക് ട്രാൻസ്ഫർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേറെ ഏത് ബാങ്കിലേക്കും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് അയക്കുന്നതിനും നമുക്ക് ഈ ട്രാൻസ്ഫർ ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന ബെനിഫിഷ്യറിയാണ്. നമുക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതിവിടെ സാധിക്കും. അത് കഴിഞ്ഞ് വരുന്നത് ആഡ് ഓൺ സർവീസാണ്. ആഡ് ഓൺ സർവീസിലാണ് നമുക്ക് മിസ്ഡ് കോൾ സർവീസ്, അതായത് നമുക്ക് മിസ് കോൾ അടിക്കുമ്പോൾ അക്കൗണ്ട് ബാലൻസ് അറിയുന്നതും വെസ്റ്റേൺ മണി ട്രാൻസ്ഫർ, നമുക്ക് വിദേശത്തു നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതിന്, ഇങ്ങനെയുള്ള അനവധി നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത് ബിൽ പേയ്മെൻറ്റ്, നമുക്ക് LIC അങ്ങനെയുള്ള പൈസ അടയ്ക്കുന്നതിനും ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ വിശദമായിട്ട് മറുപടിയോ അല്ലെങ്കിൽ അതിൻ്റെ വിശദമാക്കി തരുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ടാക്സ് സർവീസ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് കസ്റ്റമർ സർവീസ് ഉണ്ട്. നമ്മുടെ എന്ത് സംശയം നമുക്കിവിടെ കസ്റ്റമർ സർവീസിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പ്രൊഫൈൽ ആക്ടിവിറ്റീസാണ്. നമ്മുടെ പ്രൊഫൈലിലെ ഫോട്ടോ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രൊഫൈലിലെ അക്കൗണ്ട് നമുക്കൊരു സ്വന്തം ഒരു നിക്ക് നെയിം നമുക്ക് ചേർക്കാം. അതായത് നമ്മുടെ സ്വന്തം പേര് കാണിക്കാതെ മറ്റൊരു പേരിൽ നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഡെബിറ്റ് കാർഡ് ഓൺ ഓഫ് ഉണ്ട്, നമുക്ക് പിന്ന് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള നമുക്ക് ഒരു ബാങ്കിൽ പോയി ബാങ്ക് സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നതിനേക്കാളും നമുക്ക് വളരെ ഈസിയായി തന്നെ നമ്മുടെ ഈ ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഫെഡ്നെറ്റിനെ പറ്റി ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച ആധാർ അപ്ഡേഷനോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും അതിൻ്റെ മറുപടി ഉടൻ തന്നെ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.